നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഓഗസ്റ്റ് 15 ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സൈബർ ലോകത്ത് വേറിട്ടൊരു സ്വാതന്ത്ര്യദിനാഘോഷം. മുസ്ലിം ലീഗിനെ വിമർശിച്ചും ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കിയും ചേളാരി വിഭാഗം മാസിക. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന വിസ്ഡം സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. മർക്കസ് കാർഷിക പദ്ധതി ഉദ്ഘാടനവും ശില്പശാലയും ഈ മാസം 14 കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. മലേഷ്യൻ വിമാനം തകർന്നത് റഷ്യൻ മിസൈലേറ്റെന്ന് കണ്ടെത്തൽ. 410 വർഷം പഴക്കമുള്ള സ്വർണം പൂശിയ ഖുർആൻ കണ്ടെത്തി. കടലിൽ നോട്ടുമഴ, സംഭവം മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് സമീപം. വൈദ്യുതി ബില്ലുകളുടെ രൂപവും വലിപ്പവും മാറുന്നു. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് ഇ-ട്രാക്ക് പദ്ധതി ഈ വർഷം മുതൽ രജിസ്ട്രേഷൻ 16 ആരംഭിക്കും. അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാന്റെ ഇടപെടൽ അനുവദിക്കാനാവില്ല, ഇറാന് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സ്വകാര്യ മേഖലയിലുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ആദ്യഘട്ടത്തിൽ 100-ലധികം കുട്ടികളുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്കാണ് പദവി നൽകുക. 25-ലധികം കുട്ടികളുള്ള പഞ്ചായത്തിന്റെ കീഴിലുള്ള ബഡ്സ് സ്കൂളുകൾക്കും എയ്ഡഡ് പദവി നൽകും. 8 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകനോ പരിശീലകനോ എന്ന അനുപാതമായിരിക്കും ഈ സ്കൂളുകളിൽ നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവിനെ കാണും. പദ്ധതിക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യ വികസനം, ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകും. ലൈറ്റ് മെട്രോയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബോണക്കാട്ട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് 2 ആഴ്ചത്തെ സൌജന്യ റേഷൻ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ക്യാൻസർ ബാധിതനായ ഇന്നസെന്റ് MPക്ക് വിദേശത്ത് പോയി ചികിത്സ നടത്താൻ സർക്കാർ ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാതയോരത്ത് പരസ്യ പ്രദർശനത്തിന് വിലക്ക്, 3 ആഴ്ചക്കകം നയം രൂപവൽക്കരിക്കണമെന്ന് ഹൈക്കോടതി. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഫ്ലക്സുകളും ഹോർഡിംഗുകളും സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നയം രൂപവൽക്കരിക്കുന്നതുവരെ ഹൈവേകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 3 ആഴ്ചക്കകം ഇതു സംബന്ധിച്ച സർക്കാർ നയം കോടതിയിൽ ഹാജരാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് MA ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഈ കാലയളവിൽ പുതിയ ബോർഡുകൾ ദേശീയപാതകളിൽ സ്ഥാപിക്കുന്നത് തടയണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കോടതി ഉത്തരവുണ്ടായിട്ടും റോഡുകളിൽ നിന്നും വഴിയോരത്തു നിന്നും ഫ്ലക്സുകളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യാൻ നടപടിയെടുക്കാത്തത് ചോദ്യം ചെയ്ത് ഡിജോ കാപ്പൻ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ ഫ്ലക്സുകളും ഹോർഡിംഗുകളും റോഡിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയിൽ നടപടിയെടുക്കാൻ ഹൈക്കോടതി നേരത്തെ സർക്കാരിനോട് ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് 2015 ജൂലൈ 24 ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗുകളും സൂചനാ ബോർഡിലെ പരസ്യങ്ങളും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരളയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയത്. ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന് മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. സ്ഥാപനങ്ങളുടെ പേര് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഒഴികെ പാതയോരങ്ങളിലെ ആർച്ചുകളും കൊടിമരങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാനായിരുന്നു നിർദ്ദേശം. എന്നാൽ സർക്കാർ ഇതു സംബന്ധിച്ച് നയം കൊണ്ടുവരുന്നെന്ന് ചൂണ്ടിക്കാട്ടി ജൂലൈ 15 ഈ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. ഇതേ തുടർന്ന് ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗുകളും നിയന്ത്രണമില്ലാതെ പാതയോരങ്ങളിലും പൊതു സ്വകാര്യ സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസ് പരിഗണിക്കവെ ഇതു സംബന്ധിച്ച നയ രൂപവൽക്കരണം ഉദ്ദേശിക്കുന്നതായും ഇതിന് സമയം അനുവദിക്കണമെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. 410 വർഷം പഴക്കമുള്ള സ്വർണം പൂശിയ ഖുർആന്റെ കോപ്പി കണ്ടെടുത്തു. പഴയ സാധനങ്ങൾ ശേഖരിച്ചു വിൽക്കുന്ന ഒരു സംഘത്തിൽ നിന്നും മൈസൂരു പോലീസാണ് ഖുർആൻ പ്രതി കണ്ടെടുത്തത്.
5 കോടി രൂപയ്ക്ക് ഈ ഖുർആൻ ഒരു സംഘം ആളുകൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിൽ 10 പേരെ അറസ്റ്റ് ചെയ്തതായി മൈസൂരിലെ ജില്ലാ പോലീസ് മേധാവി അഭിനവ് ഖാരെ അറിയിച്ചു. ഹൈദരാബാദ് സ്വദേശിയോടാണ് 10 പേരടങ്ങുന്ന സംഘം ഈ ഖുർആൻ വാങ്ങിയത്. ഇസ്ലാമിക പണ്ഡിതരിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഈ ഖുർആന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ശേഷം ഖുർആൻ വിൽക്കാൻ ശ്രമിക്കുന്ന റാക്കറ്റിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുഗൾ രാജാവായ അക്ബറിന്റെ കാലത്തുള്ളതാണ് ഈ ഖുർആൻ എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. 604 പേജുള്ള ഈ ഖുർആനിലെ മുഴുവൻ പേജുകളും സ്വർണം പൂശിയതാണ്. തുർക്കി മ്യൂസിയത്തിൽ കണ്ട ഖുർആനിനേക്കാളും പഴക്കമുള്ളതാണ് ഇതെന്നാണ് പ്രമുഖ ചരിത്രകാരനായ പ്രൊഫസർ ഷേഖ് അലി പറയുന്നത്. AD 1050-നും 1605-നും ഇടയിലാണ് ഈ ഖുർആൻ രചിച്ചിരിക്കാൻ സാധ്യതയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ നടപ്പാക്കുന്ന വൈദ്യുതി നവീകരണ പദ്ധതി RAPDRPയുടെ ഭാഗമായി വൈദ്യുതി ബില്ലുകളുടെ രൂപവും വലിപ്പവും മാറുന്നു. മലപ്പുറം ജില്ലയിൽ പദ്ധതി നടപ്പാക്കിയ മലപ്പുറം ഈസ്റ്റ്, മലപ്പുറം വെസ്റ്റ്, എടപ്പാൾ തുടങ്ങിയ സെക്ഷൻ ഓഫീസുകളിൽ പുതിയ രീതിയിലുള്ള ബില്ലുകൾ നൽകി തുടങ്ങി. A4 സൈസിൽ നൽകിയിരുന്ന ബില്ലുകളുടെ മുഴുവൻ വിവരങ്ങളും ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയ പുതിയ PDA ബില്ലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റിന് വൈദ്യുതി ബോർഡ് നൽകുന്ന വാർഷിക പലിശ തുടങ്ങിയ വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. 15 സെന്റിമീറ്റർ നീളവും 5.5 സെന്റിമീറ്റർ വീതിയുമുള്ള പുതിയ ബില്ലുകൾ തെർമൽ പേപ്പർ പ്രിന്റായതിനാൽ എളുപ്പത്തിൽ നിറമങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ ഉപഭോക്താക്കൾ ബില്ലുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് KCB അറിയിച്ചു. മലപ്പുറം ഈസ്റ്റ് സെക്ഷൻ ഓഫീസിൽ പുതിയ PDA ബില്ലിന്റെ ഉദ്ഘാടനം മഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NP മധുസൂദനൻ നിർവഹിച്ചു. ഈസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലാലു VS, ജിതേഷ് M, ബഷീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. മലേഷ്യൻ വിമാനം MH17 തകർത്തത് റഷ്യൻ മിസൈൽ ഉപയോഗിച്ചാണെന്ന് അന്വേഷകർ. നെതർലാൻഡ്സിൽ നിന്നുള്ള അന്വേഷക സംഘമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. മിസൈലിന്റെ ഭാഗം വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വിമാനത്തിന്റെ കോക്പിറ്റ് ഭാഗത്ത് ഉയർന്ന ഊർജ്ജമുള്ള വസ്തുക്കൾ പുറത്തുനിന്ന് വന്നിടിച്ചാണ് അപകടമുണ്ടായതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. റഷ്യയുടെ ബക്ക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നും ആരോപണമുയർന്നിരുന്നു. എന്നാൽ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ റഷ്യ വിമതരാണ് ആക്രമണം നടത്തിയതെന്നാണ് പറഞ്ഞിരുന്നത്. 2014 ജൂലൈയിലുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 298 പേരും കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും ഡച്ച് പൌരന്മാരാണ്. ബാക്കിയുള്ളവർ മലേഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുള്ളവരാണ്. മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്ക് സമീപം കടലിൽ നോട്ടുകെട്ടുകൾ ഒഴുകിയെത്തിയത് നാടകീയ നിമിഷങ്ങൾ സമ്മാനിച്ചു. 1000 രൂപയുടെ നോട്ടുകളാണ് ഒഴുകിയെത്തിയത്. നോട്ടുകളുടെ ഉറവിടം കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞില്ലെങ്കിലും വാർത്തകെട്ട് ദൃക്സാക്ഷികളാകാൻ നിരവധി പേർ ഓടിയെത്തി. നോട്ട് മുങ്ങിയെടുക്കാനായി പ്രതിരോധ മതിൽ മറികടന്ന് പലരും കടലിലേക്ക് എടുത്തുചാടി. ചിലർക്ക് 1000ന്റെ ഏതാനും നോട്ടുകൾ കരസ്ഥമാക്കാൻ സാധിച്ചപ്പോൾ മറ്റു ചിലർക്ക് നിരാശയായിരുന്നു ഫലം. പ്രാദേശികവാസികളും മുക്കുവരുമാണ് നോട്ടുകളുടെ ഒഴുക്ക് ആദ്യം കണ്ടത്. വാർത്ത പരന്നതോടെ കൊളാബ, കോഫി പാരഡെ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേർ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. പ്രതിരോധ മതിൽ ഭേദിച്ച് കടലിലിറങ്ങിയവർക്ക് തിരികെ കയറാൻ തുണികൊണ്ടൊരു കയറും ചിലർ ഒരുക്കിയിരുന്നു. ഇന്നലെയായിരുന്നു സംഭവം. വൈകുന്നേരം 6ഓടെയാണ് തങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടതെന്ന് കൊളാബ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ വിജയ് മാലി പറഞ്ഞു. പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങൾ. ദുബായ് സർക്കാർ നടപ്പാക്കുന്ന നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം പൂർത്തിയായതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് UAE പുതിയ വാണിജ്യകാര്യ അറ്റാഷയെ നിയമിച്ചു. അഹമ്മദ് സുൽത്താൻ അൽ ഫലാഹി ന്യൂഡൽഹിയിലെ UAE എംബസിയിൽ പുതിയ ട്രേഡ് അറ്റാഷയായി ചുമതലയേൽക്കുന്നതാണ്. ആഡംബര ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ ഫോട്ടോയെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അറബ് വംശജന്റെ അടിയേറ്റ് ഇന്ത്യക്കാരൻ മരിച്ചു. ദുബായ് അൽ സുഫൂഹ് പ്രദേശത്തെ ഹോട്ടലിലെ റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നത്. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയർ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അബുദാബിയിൽ ടയർ പരിശോധനാ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തിറങ്ങി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണ് പ്രഖ്യാപനം വന്നത്. UAEയുടെ ആദ്യ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ ദുബായ് സാറ്റ് 1 ബഹിരാകാശത്ത് 6 വർഷം തികക്കുന്നു. പൂർണ്ണമായും സ്വദേശി എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹമാണ് ദുബായ് സാറ്റ്.
ഹ്രസ്വ സന്ദർശനാർത്ഥം UAE-യിലെത്തിയ KMAC പ്രഭാഷകനും പ്രമുഖ പണ്ഡിതനുമായ മുഹമ്മദ് സ്വാദിഖ് അഹ്സനി എന്ന അബൂരയ്യാൻ ഉസ്താദിന് അബുദാബി എയർപോർട്ടിൽ KMIC സാരഥികളായ TT നൂർ ഹസനി, താഹിറുദ്ദീൻ ക, അബൂ സുലൈം മടവൂർ എന്നിവർ സ്വീകരിച്ചു. അബൂരയ്യാൻ ഉസ്താദിന്റെ UAE സന്ദർശനം സോഷ്യൽ മീഡിയയിലും പ്രചരണം മുന്നേറുന്നു. ഉസ്താദിന്റെ സാന്നിധ്യവും പ്രോഗ്രാമും അറിയിക്കുന്നതിനായി പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. അബുദാബിയിലെ KMIC പ്രവർത്തകർ ഉസ്താദിനെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് താഹിർക്കയുടെ വീട്ടിൽ പ്രത്യേക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ക്ലാസ് റൂം അഡ്മിൻ അമീർ നാസറുദ്ദീൻ അൻവരി ഉസ്താദും മറ്റു പ്രമുഖരും പങ്കെടുക്കുന്നതാണ്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഈ വർഷത്തെ ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകരുടെ രജിസ്ട്രേഷൻ 16-ന് ആരംഭിക്കുമെന്ന് ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് ട്രാക്ക് പദ്ധതിയും ഈ വർഷം ആരംഭിക്കും. ഇതോടെ മികച്ച സേവനങ്ങളും നിരക്കുകളും സ്വദേശികൾക്കും വിദേശികൾക്കും തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. ആദ്യമായാണ് ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഓൺലൈൻ മുഖേന രജിസ്റ്റർ നടപടികൾ പൂർത്തിയാക്കുന്നവർക്ക് തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാക്കേജ് പ്രകാരമുള്ള പണമടക്കുവാൻ SMS ലഭിക്കും. നിശ്ചിത സമയത്തിനകം പണമടക്കാത്തവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടും. ഇതോടൊപ്പം ഹജ്ജ് നിരക്കുകളും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് വിവിധതരം പാക്കേജുകൾ ആവിഷ്കരിച്ച് ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത നിരക്കുകളും നടപ്പാക്കും. കുറഞ്ഞ ചെലവിലും ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ 3 വിഭാഗങ്ങളായാണ് പാക്കേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ആഭ്യന്തര ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങൾ ഭീമമായ നിരക്കുകൾ ഈടാക്കുന്നതായി പരാതികൾ കൂടിയ സാഹചര്യത്തിലാണ് മന്ത്രാലയം നിരക്കുകൾ നിശ്ചയിച്ചത്. അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാന്റെ ഇടപെടൽ അനുവദിക്കാനാവില്ല. ഇറാന് സൌദി അറേബ്യയുടെ മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന നയം ഇറാൻ അവസാനിപ്പിക്കണമെന്ന് സൌദി ആവശ്യപ്പെട്ടു. നയം മാറ്റിയാൽ ഇറാനുമായി സഹകരിക്കുന്നതിൽ വിയോജിപ്പില്ലെന്ന് സൌദി വിദേശകാര്യമന്ത്രി പറഞ്ഞു. സിറിയ, ഇറാഖ്, ലബനാൻ, യമൻ തുടങ്ങിയ അയൽരാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇറാൻ ഇടപെടുന്നത് അവസാനിപ്പിക്കണം. എല്ലാ അയൽരാജ്യങ്ങളുമായും നല്ല അയൽപക്ക ബന്ധമാണ് സൌദി ആഗ്രഹിക്കുന്നത്. ആണവനയം സംബന്ധിച്ച ഇറാന്റെ നിലപാടുകളെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. ജർമ്മൻ വിദേശകാര്യമന്ത്രി ഫ്രാങ്ക് വാൾട്ടർക്കൊപ്പം ബർലിനിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് വിദേശകാര്യമന്ത്രി ആദിൽ ജുബൈർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. യമൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സൌദി പ്രതിജ്ഞാബദ്ധമാണ്. യമൻ പ്രസിഡന്റ് അബ്ദുറബ്ബ് മൻസൂർ ഹാദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് സഖ്യസേന യമനിൽ ഇടപെട്ടത്. രാജ്യത്ത് മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൽ ഭരണകൂടം ശ്രദ്ധാലുക്കളാണെന്നും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സൌദി ഇടപെടാറില്ലെന്നും മന്ത്രി വിശദീകരിച്ചു. അലി AR നഗർ, KMAC ന്യൂസ്, ജിദ്ദ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSF സംസ്ഥാന കമ്മിറ്റി ഗൾഫ് ഘടകമായ RSCയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിസ്ഡം സ്കോളർഷിപ്പ് സ്കീമിന്റെ 8ാം ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
കേരളത്തിലെ വിവിധ കോളേജുകളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ജേർണലിസം, IT, ചാർട്ടേഡ് അക്കൌണ്ടൻസി, സിവിൽ സർവീസ് മേഖലയിൽ ഉപരിപഠനം നടത്തുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാലം മുഴുവൻ വിസ്ഡം സ്കോളർഷിപ്പുകൾ ലഭ്യമാകും. സ്കോളർഷിപ്പ് അപേക്ഷാ ഫോറവും മറ്റു വിവരങ്ങളും SSF വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ഓഗസ്റ്റ് 30 മുമ്പ് കൺവീനർ വിസ്ഡം സ്കോളർഷിപ്പ് സ്കീം, സ്റ്റുഡൻസ് സെന്റർ, മാവൂർ റോഡ്, കോഴിക്കോട് എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം. വിശദ വിവരങ്ങളും അപേക്ഷാ ഫോറവും www.ssfkerala.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിദ്യയുടെ വിളക്കത്തിരിക്കാമെന്ന പ്രമേയത്തിൽ SSF മതവിദ്യാഭ്യാസ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാർ നാളെ വൈകിട്ട് 3 മണിക്ക് മലപ്പുറം ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, PA മുഹമ്മദ് ഫാറൂഖ് നൈമി തുടങ്ങിയവർ പ്രസംഗിക്കും. ജാമിയ മർക്കസ്, ജാമിയ സഅദിയ, ജാമിയ ഇഹ്യാഉസ്സുന്ന, ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് 1-2 റാങ്കിന് അർഹരായവരെയും ജർമ്മൻ സർക്കാരിന്റെ ഫെലോഷിപ്പ് നേടിയ EV സ്വാലിഹ് നൂറാനിയെയും ചടങ്ങിൽ അനുമോദിക്കും. പാരമ്പര്യ കാർഷിക രീതികൾ ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി മർക്കസ് സംഘടിപ്പിക്കുന്ന കാർഷിക പദ്ധതിയായ മസ്റ ഈ മാസം 14-ന് കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30-ന് കാരദൂർ മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ മർക്കസ് ചാൻസലർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. പരിപാടിയോടനുബന്ധിച്ച് നാളെ മുതൽ 17 വരെ മർക്കസ് ക്യാമ്പസിൽ സഹവാസ കാർഷിക ശില്പശാല നടക്കും. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 120 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ മാസ്റ്റർ ട്രെയിനർമാരാകും. NSS, ഹരിതസേന, ഭൂമിത്രസേന, സന്നദ്ധ വിദ്യാർത്ഥി സംഘങ്ങൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ ട്രെയിനർമാരാകുന്നത്. പരിപാടിയിൽ MK രാഘവൻ MP, PTA റഹീം MLA, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M അശോകൻ, SHM മിഷൻ ഡയറക്ടർ പ്രതാപൻ, മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി, AP അബ്ദുൽ ഹക്കീം അസ്ഹരി, കേരള ഫീഡ്സ് ഡയറക്ടർ സലീം മടവൂർ തുടങ്ങിയവർ സംബന്ധിക്കും. അത്യാധുനിക കാർഷിക രീതികൾ നേരിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശില്പശാലയിൽ അവസരമൊരുക്കും. കാർഷിക മൃഗ പരിപാലന രംഗത്ത് സമഗ്രമായ പരിശീലനവും സ്വന്തമായ കാർഷിക പദ്ധതികൾ നടപ്പിലാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന വിവിധ പരിപാടികളും ശില്പശാലയിലുണ്ട്. ജൈവവളങ്ങൾ, സൂക്ഷ്മാണുവളങ്ങൾ, വിവിധ കൃഷികൾ, ഉൽപാദന രീതികൾ, ജൈവ കീടനാശിനി നിർമ്മാണം, ആരോഗ്യ പരിപാലനം, അടുക്കളത്തോട്ടത്തിന്റെ നിർമ്മാണവും പരിചരണവും, ഹൈടെക് കാർഷിക രീതിയുടെ പ്രായോഗിക പ്രവർത്തനങ്ങൾ, സീറോ വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രൊഫസർ T ശോഭീന്ദ്രൻ, ഡോക്ടർ A മുഹമ്മദ്, ഡോക്ടർ അബ്ദുൽ ഹക്കീം, മമ്മൂട്ടി, DD ഗീത, സജി എബ്രഹാം, ഡോക്ടർ പ്രസാദ്, പ്രകാശ് മാധവൻ, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ ക്ലാസ് എടുക്കും. മർക്കസ് AGM ഒനീസ് മുഹമ്മദ് കൽപ്പകഞ്ചേരി, മുഹമ്മദ് ബുസ്താനി, KC ഫസലുൽ ഹക്ക് മാസ്റ്റർ, മർക്കസ് മീഡിയ കോർഡിനേറ്റർ യാസർ അറഫാത്ത് നൂറാനി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹാഫിൽ മുഹമ്മദ് ഷമീർ ഓർമ്മയായിട്ട് 15 വർഷം തികയുന്നു. മാസ്മരികത നിറഞ്ഞു നിന്നിരുന്ന ബാങ്കുലിയുടെയും ഖുർആൻ പാരായണത്തിന്റെയും ഉടമയായിരുന്ന ഹാഫിൽ ഷമീർ തളിപ്പറമ്പ് അൽമഖറിലെ ദാറുൽ അമാൻ ശരീഅത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കവെ മസ്ജിദിൽ വെച്ച് ഉറക്കത്തിൽ ഇഹലോകവാസം വെടിയുകയായിരുന്നു. മുതഅല്ലിമായി മരിക്കുക അല്ലെങ്കിൽ SSF പ്രവർത്തകനായി മരിക്കുക എന്ന തന്റെ ആഗ്രഹം പോലെ തന്നെയായിരുന്നു അന്ത്യയാത്രയും. ഷമീറിന്റെ സൌഹൃദ വലയങ്ങളുടെ ഒരു നേർചിത്രമായിരുന്നു മയ്യിത്ത് നിസ്കാരത്തിനായി മാവൂർ അരയങ്കോട് ജുമുഅത്ത് പള്ളിയിൽ തടിച്ചുകൂടിയിരുന്ന വൻ ജനാവലി. ഈ മാസം 14, 15 തീയതികളിൽ അരയങ്കോട് CM സെന്ററിൽ CM ഉറൂസും ഹാഫിൽ ഷമീർ അനുസ്മരണവും നടക്കും. മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ, റഹ്മത്തുള്ള സഖാഫി അളമരം എന്നിവർ പ്രഭാഷണം നടത്തും. സമാപന ദിവസം സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മുസ്ലിം ലീഗിന്റെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചും ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കിയും ചേളാരി സമസ്ത അനുകൂല തെളിച്ചം മാസിക. സംഘപരിവാരത്തെ പ്രതിരോധിക്കേണ്ടത് ഇടതുപക്ഷം തന്നെയല്ലേ എന്ന തലക്കെട്ടിൽ മാസികയുടെ ഓൺലൈൻ വിഭാഗത്തിൽ ഓഗസ്റ്റ് 9-ന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ലീഗിന്റെ അധികാര രാഷ്ട്രീയ ഇടപെടലുകളെയും കോൺഗ്രസ് ദാസ്യത്തെയും വിമർശന വിധേയമാക്കുന്നത്.
അധികാര രാഷ്ട്രീയത്തിന്റെ വടംവലികൾക്കിടയിൽ ഇടതുപക്ഷത്തിന് നേരെ നീട്ടിവെച്ച വാൾമുനകൾ മുസ്ലിം ലീഗ് ഇനിയെങ്കിലും ഫാസിസത്തിനെതിരെയുള്ള പ്രത്യയശാസ്ത്ര യുദ്ധങ്ങൾക്കായി നീക്കിവെക്കാൻ സമയമായിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്ന ലേഖനം കൃത്യമായ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമുള്ള ഇടതുപക്ഷത്തിനെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഫാസിസത്തെ പ്രതിരോധിക്കാനുള്ള സംഘടനാശക്തിയും സാമൂഹിക പിൻബലവും ഉള്ളുവെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എല്ലാവരും LDF ആവണമെന്നോ മുസ്ലിംകളെല്ലാം CPMൽ ചേരണമെന്നോ അല്ല, മറിച്ച് നാം എല്ലാവരും അല്പം കൂടി ഇടതുപക്ഷമാവേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിക്കുന്നത്. ചേളാരി വിഭാഗം നടത്തുന്ന മലപ്പുറം ചെമ്മാട്ടെ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് തെളിച്ചം മാസികയുടെ പ്രസാധകർ. ചേളാരി വിഭാഗത്തിന്റെ സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായാണ് തെളിച്ചത്തെ വിലയിരുത്താറുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് സ്വീകരിക്കേണ്ട നിലപാടുകളെ ചൊല്ലി മുസ്ലിം ലീഗിൽ ചർച്ച സജീവമായ ഘട്ടത്തിലാണ് തെളിച്ചം മാഗസിൻ നിലപാട് വ്യക്തമാക്കിയതെന്നത് ശ്രദ്ധേയമാണ്. ഓഗസ്റ്റ് 15 ഇന്ത്യയും ഇന്ത്യൻ ജനതയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അലയടിക്കുമ്പോൾ സൈബർ ലോകത്ത് വേറിട്ടൊരു സ്വാതന്ത്ര്യദിനാഘോഷം. സൈബർ രംഗത്തെ വേറിട്ട ശബ്ദം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമാണ് സ്വാതന്ത്ര്യദിനത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് ചരിത്രത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഓൺലൈൻ രംഗത്ത് പൊതുചരിത്രം രചിച്ച KMICയുടെ വിപുലമായ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാർത്ഥന, ദേശീയ ഗാനാലാപനം, സ്വാതന്ത്ര്യദിന പ്രഭാഷണം, പ്രതിജ്ഞ എന്നിവയാണ് പ്രധാന പരിപാടികൾ. KMIC ചെയർമാൻ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ അധ്യക്ഷനായിരിക്കും. പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തുന്നത് NK പ്രേമചന്ദ്രൻ MP-യാണ്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തും. KMIC ആക്ടിംഗ് ചെയർമാൻ ഹാഫിൾ സ്വാദിഖ് മിസ്ബാഹി കൊല്ലം പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. നാസിറുദ്ദീൻ അൻവരി വടുതല സ്വാഗതം പറയും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. 410 വർഷം പഴക്കമുള്ള സ്വർണം പൂശിയ ഖുർആൻ കണ്ടെത്തി. വൈദ്യുതി ബില്ലുകളുടെ രൂപവും വലിപ്പവും മാറുന്നു. മലേഷ്യൻ വിമാനം തകർന്നത് റഷ്യൻ മിസൈലേറ്റെന്ന് കണ്ടെത്തൽ. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് ഇ-ട്രാക്ക് പദ്ധതി ഈ വർഷം മുതൽ രജിസ്ട്രേഷൻ 16-ന് ആരംഭിക്കും. അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാന്റെ ഇടപെടൽ അനുവദിക്കാനാവില്ല, ഇറാന് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ്. കടലിൽ നോട്ടുമഴ, സംഭവം മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് സമീപം. മർക്കസ് കാർഷിക പദ്ധതി ഉദ്ഘാടനവും ശില്പശാലയും ഈ മാസം 14-ന് കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗിനെ വിമർശിച്ചും ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കിയും ചേളാരി വിഭാഗം മാസിക. ഓഗസ്റ്റ് 15 ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സൈബർ ലോകത്ത് വേറിട്ടൊരു സ്വാതന്ത്ര്യദിനാഘോഷം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.